വയനാട്ടിൽ ബലി ആടായി സുരേന്ദ്രൻ. ഇടതു വലതു മുന്നണികൾ പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അഞ്ചാം ഘട്ട ലിസ്റ്റിൽ കേരളത്തിലെ അവശേഷിച്ച 4 സീറ്റുകളിൽ ഒരുവിധം സ്ഥാനാർത്ഥികളെ ഒപ്പിച്ചു BJP. ഈ ലിസ്റ്റിൽ ഏറ്റവും സുപ്രധാന പേര് BJP സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ്റെ പേരാണ്. സുരേന്ദ്രനെ രാഹുലിനെതിരായ ബലിയാടായി പാർട്ടി തിരഞ്ഞെടുത്തു. താൻ മത്സരിക്കാൻ നിന്നാൽ 8 നിലയിൽ പൊട്ടും എന്ന ശുഭാപ്തി വിശ്വാസമുള്ളതിനാൽ ഇത്തവണ കൺട്രാക്കായി മത്സരിക്കാതെ ഡയറക്ഷൻ മാത്രം വിട്ടു നിൽക്കുവാനുള്ള കെ സുരേന്ദ്രന്റെ പദ്ധതിയാണ് ഇതോടെ പാളിപ്പോയത്. UDF സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയും LDF സ്ഥാനാർത്ഥിയായി CPI നേതാവ് ആനി രാജയും മത്സരിക്കുന്ന മണ്ഡലത്തിൽ BJP ആരെ നിർത്തുമെന്ന ആകാംക്ഷയ്ക്കിടയ്ക്കാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ വരവ്. രാഹുൽ ഗാന്ധിയും ആനി രാജയും വിസിറ്റിംഗ് വിസക്കാരും തൻ്റേത് സ്ഥിരം വിസയുമാണെന്ന മുൻവെച്ച പരാമർശവുമായാണ് സുരേന്ദ്രൻ വയനാട്ടിലേക്ക് ചുരം കയറുന്നത്. പക്ഷേ ഞങ്ങൾക്ക് വിസിറ്റിംഗ് വിസക്കാർ മതി എന്നതാണ് വയനാടിൻ്റെ മക്കൾ പറയുന്നത്. ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ദേശീയ മുഖമായ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നും അതിനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആലോചന പലവട്ടം നടത്തിയെങ്കിലും ശക്തനായ ഒരു മത്സരാർത്ഥി തങ്ങളുടെ കൂടെ ഇല്ല എന്ന തിരിച്ചറിവ് ഇന്നലെ വന്ന സാഹചര്യത്തിലാണ് അവസാനം സുരേന്ദ്രനെ പിടിച്ച് വയനാട്ടിലെ ബലിപീഠത്തിലിടാം എന്ന് തീരുമാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്നാണ് വിവരം. വയനാട്ടിൽ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഇതുവരെയായിട്ടും കണ്ടുപിടിക്കുവാൻ സാധിക്കാതിരിക്കുകയും പറഞ്ഞ പല അവധികൾ കഴിയുകയും ചെയ്തപ്പോൾ പാർട്ടി ദേശീയ നേതൃത്വം തന്നെ സുരേന്ദ്രനെ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ആരുമില്ലെങ്കിൽ പിന്നെ താങ്കൾ തന്നെ സ്ഥാനാർത്ഥിയാകൂ എന്ന് പറയുകയായിരുന്നു. ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം താമര വിരിഞ്ഞില്ലെങ്കിൽ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് എടുത്തു ദൂരക്കളയും. എടുത്തു കളയണമെങ്കിൽ പാർട്ടിയുടെ പരാജയവും സുരേന്ദ്രന്റെ പരാജയവും കൂടി ചേരുമ്പോൾ അതിനുവേണ്ട യോഗ്യത നേടും. അതോടെ KJP ലഹണയും സംസ്ഥാനത്തുണ്ടാകില്ല എന്നതാണ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. കോൺഗ്രസിന് വലിയ മേൽക്കൈയുള്ള BJPക്ക് 8% താഴെ മാത്രം വോട്ട് വിഹിതമുള്ള മണ്ഡലത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ BJP നേതൃത്വം ബലിയാടായി നിയോഗിക്കുന്നത് ഈ ലക്ഷ്യങ്ങളോടെയാണ്. വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച മൃഗീയ ഭൂരിപക്ഷം കുറയ്ക്കുകയും അദ്ദേഹത്തെ പ്രചരണത്തിനായി പരമാവധി വയനാട്ടിൽ തന്നെ തളച്ചിടുകയുമാണ് പ്രധാന ലക്ഷ്യം. പക്ഷേ രാഹുൽ വയനാട്ടിലേക്ക് വന്നില്ലെങ്കിൽ കൂടി നിലവിലെ അവസ്ഥയിൽ രാഹുൽ ഗാന്ധി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഇത്തവണ വയനാട്ടിൽ പ്രചരണത്തിന്റെ ചൂട് രാഹുലിലേക്ക് മാത്രമായി ചുരുങ്ങും. BJPയുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരും ഇക്കുറി സുരേന്ദ്രനായി രംഗത്തിറങ്ങും. പക്ഷേ ഇറങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അന്തിമമാക്കിയത്. ഡൽഹിയിലെത്തിയ പാടെ കെ സുരേന്ദ്രൻ അബ്രഹാമിനോട് ഇസഹാക്ക് ചോദിച്ചു പോലൊരു ചോദ്യം ചോദിച്ചു. മോദിജി, തിരഞ്ഞെടുപ്പിനുള്ള തീയതി കുറിച്ചു, 4ാം ഘട്ട പട്ടികയുമായി വയനാട്ടിലേക്കുള്ള ബലിയാട് എവിടെയെന്ന്. അബ്രഹാം പറഞ്ഞതുപോലെ അത് ദൈവം തരും മകനെ എന്ന് മോദിജി പറഞ്ഞില്ല. സുരേ, ആ ബലിയാട് നീ തന്നെയാണെന്ന് പറഞ്ഞപ്പോഴാണ് സുരേന്ദ്രന് പണി ആട്ടുംപാലിൽ തന്നതാണെന്ന് മനസ്സിലായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ NDAയ്ക്കായി BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത്. അന്ന് വെറും 78,816 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. 2014 80,712 വോട്ട് ലഭിച്ച സ്ഥാനത്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് കുറഞ്ഞത്. സുരേന്ദ്രൻ വന്നാലും വോട്ട് വിഹിതം 10% കൂടാൻ സാധ്യതയുമില്ല. സഖ്യകക്ഷികളിൽ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തുവാൻ BJP ദേശീയ നേതാക്കൾക്കുള്ള താല്പര്യക്കുറവ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. മുന്നണി സ്ഥാനാർത്ഥി നിന്നാലും സഖ്യകക്ഷി നിന്നാലും ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥിയെ നിർത്തിയാലും 8 നിലയിൽ പൊട്ടുമെങ്കിൽ പോലും നേതാക്കളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഏതായാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കെ സുരേന്ദ്രന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. BJPയിലെ താരിപ്പനുസരിച്ച് അദ്ദേഹത്തെ ഏതെങ്കിലും സംസ്ഥാനത്തിന്റെ ഗവർണറാക്കുകയോ രാജ്യസഭയിലേക്ക് വിസിറ്റിംഗ് മെമ്പറായി അയക്കുകയോ ചെയ്യാനാണ് സാധ്യത. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.